രാവിലെ ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാസർഗോഡൻ സ്പെഷ്യൽ പാടദോശയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ദോശ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയായ ഒരു ദോശയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാസർഗോഡൻ സ്പെഷ്യൽ പാടദോശയാണ്. പാടദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്നു പോയതിന് ശേഷം അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ തേങ്ങ ചിരകിയത്, 1 സ്പൂൺ ഉലുവ നല്ലതുപോലെ കഴുകി 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ സോക്ക് ചെയ്ത് അതേ വെള്ളത്തോടു കൂടിയാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഉലുവ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് സോക്ക് ചെയ്തത്. അരി അരച്ചെടുക്കാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തരിതരിയില്ലാതെ അരച്ചെടുക്കുക. ഒട്ടും തരിതരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നീർദോശയുടെ പോലെ നല്ല ലൂസ് ബാറ്ററാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പാടദോശ ചുടുന്നതിന് വേണ്ടി ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തെക്കാട്ടിലും നല്ലത് ഇങ്ങനത്തെ ദോശക്കല്ലാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. ദോശക്കല്ല് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഈ പാടദോശ പെട്ടെന്നാവേ. ഇതിന് കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടുവേ. അങ്ങനെ നമ്മുടെ കിടിലൻ രുചിയിലുള്ള കാസർഗോഡൻ സ്പെഷ്യൽ പാടദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ്. ഒട്ടും കനമൊന്നുമില്ലാതെ ഇത് നല്ല തേങ്ങ വറുത്തരച്ച കടലക്കറിയുടെ കൂടെയും മുട്ടച്ചമ്മന്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്